പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തട്ടിപ്പ് നടത്തി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. തട്ടിപ്പുകാർക്കെതിരെ വകുപ്പുതല നടപടിക്കും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അനർഹർ പട്ടികയിൽ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. അനർഹരെ ഒഴിവാക്കാൻ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും യോഗത്തിൽ തീരുമാനമായി. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ വി സാംബശിവറാവു എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടി വി പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയാണ്. കർശന നടപടികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണ്? ഇതിൽ തട്ടിപ്പ് നടത്തിയവർ മാത്രമല്ല, അതിന് കൂട്ടുനിന്നവരുമുണ്ടല്ലോ. അവരെ കണ്ടെത്തി നടപടിയെടുക്കുക എന്നതാണോ അടുത്ത ഘട്ടം? ഉറപ്പായിട്ടും വിനീത, കർശന നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നതിന്റെ ആദ്യഘട്ടമായാണ് ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ വിഷയം ഗൌരവമായി ചർച്ച ചെയ്തു എന്നാണ് അറിയുന്നത്. അതിലും ഈ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്ന റിപ്പോർട്ട് വളരെ ഗൌരവത്തോടുകൂടിയാണ് പാർട്ടി ചർച്ച ചെയ്തത്. മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതിൽ കർശന നടപടി ഉണ്ടാകണം എന്ന ഒരു നിലപാടാണ് ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്തത്. അതോടൊപ്പം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പരസ്യമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12:30 മന്ത്രി ഉൾപ്പെടെ ഉള്ള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതതല യോഗത്തിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തത്. എന്തായാലും ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ് എന്നതിന്റെ സൂചന തന്നെയാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം. ഇവർ വാങ്ങിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം ഇവർക്കെതിരെ വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്. സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന അനർഹരായ ആളുകളെ മുഴുവൻ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. അവർക്കെതിരെയും നടപടിയുണ്ടാകും. സംസ്ഥാന വ്യാപകമായുള്ള ഒരു പരിശോധനയാണ് ഇതിന്റെ ഭാഗമായി ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, എങ്ങനെ ഇനി തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാം എന്ന സമഗ്രമായ ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി. അതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും മസ്റ്ററിംഗ് കൃത്യമായി നടത്താനും ഒപ്പം ഫേസ് ഓതന്റിഫിക്കേഷൻ, മുഖം ഉൾപ്പെടെ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമുണ്ടായി. ഒപ്പം വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാകുന്നതിനൊപ്പം ആധാർ സീഡിംഗും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് അർഹരായവർ മാത്രമാണ് പെൻഷൻ വാങ്ങിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു തീരുമാനമുണ്ടാകും. ഇപ്പോൾ ഈ പെൻഷൻ അത് അനധികൃതമായി വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല, അവരെ സഹായിച്ച മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്നത്തെ യോഗത്തിലുള്ള തീരുമാനം. എന്തായാലും ഈ ഒരു സംഭവം 1458 സർക്കാർ ഉദ്യോഗസ്ഥർ പാവങ്ങൾക്കായുള്ള ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത് വലിയ നാണക്കേടായി മാറിയ സ്ഥിതിക്ക് സംസ്ഥാനത്തെമ്പാടും പരിശോധന നടത്തി മുഴുവൻ അനർഹരെയും കണ്ടെത്തി ഈ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശക്തമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. അതിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നുള്ളതാണ് ഇന്ന് ഇതിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. പ്രസാദ്, അപ്പോഴും ഈ 1458 പേർ ആരൊക്കെയാണ്? അവരുടെ പേരുകൾ ഉൾപ്പെടെ പുറത്തുവിടണമെന്നൊരു ആവശ്യം സർവീസ് സംഘടനകളുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ടല്ലോ. ഇക്കാര്യങ്ങളിൽ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഈ പരിശോധന നടത്തുക എന്നതിനപ്പുറം അത്തരം നടപടികളിലേക്ക് കടക്കാനിടയുണ്ടോ? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വിനീത, ഈ പുറത്തുവിടുന്നുണ്ടെങ്കിൽ 1458 സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പേര് വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ തൽക്കാലം പുറത്തുവിടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാരും വിവിധ വകുപ്പുകളും എത്തുന്നത് എന്നതാണ് മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ ഈ 1458 പേരിൽ ബഹുഭൂരിപക്ഷവും വികലാംഗ പെൻഷൻ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളവരായിരുന്നു. അവർക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഈ ഭിന്നശേഷിക്കാർക്ക് ആ പെൻഷനുള്ള അർഹതയുണ്ട്. അങ്ങനെ അതിനുശേഷം സർക്കാർ ജോലിയിലേക്ക് കയറിയവരാണ്
ഭൂരിപക്ഷം പേരും ഇങ്ങനെ ഈ പെൻഷനുമായി തുടർന്നു പോകുന്നവർ. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ തെറ്റ്, പിശക്, കുറ്റകൃത്യം എന്ന് പറയുന്നത് സർക്കാർ ജോലി കിട്ടുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ ഒഴിവാക്കണമായിരുന്നു. ഇനി അതല്ലെങ്കിൽ അപ്പോൾ പറ്റിയില്ലെങ്കിൽ പോലും ഈ മസ്റ്ററിംഗ് നടത്തുന്ന സമയത്തെങ്കിലും അത് വ്യാജമായി ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ 2 സർക്കാർ കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുണ്ട്. അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ഉണ്ടെങ്കിൽ കൂടിയും ഇവരുടെ എല്ലാം പട്ടിക പുറത്തുവിട്ടാൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വലിയ അപകടത്തിലേക്ക് പോകുമോ എന്നൊരു പേടി സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം ഇവരുടെ പേരുകൾ പുറത്തുവിടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ശക്തമായ നടപടി ഉറപ്പാണ്. പക്ഷെ അത് പറയുമ്പോഴും മറ്റൊരു കാര്യമുള്ളത്, ഇവർക്കെതിരെ കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. കേസെടുക്കേണ്ട തരത്തിലുള്ള കുറ്റകൃത്യം തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നുമില്ല. എന്തായാലും ഇവരുടെ ക്ഷേമ പെൻഷൻ കട്ടാവുമെന്ന കാര്യം ഉറപ്പായി. അത് പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്ന കാര്യവും ഉറപ്പായി. ഒപ്പം വകുപ്പ് തല നടപടിയും ഉണ്ടാകും. വിനീത.